എനിക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് ആരൊക്കെയാണ് സോളാർ പാനൽ വെക്കേണ്ടതെന്നാണ്. സോളാർ പാനൽ വെക്കേണ്ടി വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസംഷനുള്ള എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ ചിന്തിക്കുന്ന ആർക്ക് വേണോ സോളാർ വയ്ക്കാം. അതിന് രണ്ട് റീസൺ ഉണ്ട്. ഒന്ന്, എനർജി കൺസ്യൂം നമ്മൾ ചെയ്യുന്നത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത എൻവയോൺമെൻ്റൽ എഫക്ട്സ് കുറയ്ക്കാൻ പറ്റും. അതിനുപരി നമുക്ക് ആവശ്യമായ എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനൊപ്പം നമുക്ക് നമ്മുടെ കറണ്ട് ബില്ല് സീറോ ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ചിന്തിക്കുന്ന ആർക്കും സോളാർ വയ്ക്കാം. ഞാൻ ഇതിന് മുന്നേ കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ബില്ല് ഒരു 3000-നും 5000-നും മുകളിൽ വരികയാണെങ്കിൽ അവർ സോളാർ പാനൽ വെക്കുന്നതാണ് കൂടുതൽ ലാഭകരമെന്നാണ്. അങ്ങനെയാണോ? അങ്ങനെയും ആണ്. അങ്ങനെയാണെന്ന് നിർബന്ധിച്ച് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ 3000 കറണ്ട് ബില്ല് വരുന്ന 3000-ന് 2000 കറണ്ട് ബില്ല് വരുന്ന ഒരാൾക്ക് അതിൻ്റെ കൂടെ തന്നെ അതിനോടനുബന്ധിച്ച് ഈ പറയുന്ന കറണ്ട് ബില്ല് കൂട്ടാൻ പറ്റിയ ഒരുപാട് ഓപ്ഷൻസ് നമ്മളെ വീട്ടിലുണ്ട്. എക്സാമ്പിൾ ഒരു ഗ്യാസ് സിലിണ്ടർ. ആ ഗ്യാസ് സിലിണ്ടറിൽ നമ്മളൊരു മാസം ഒരു 1000 രൂപ കൊടുക്കുന്ന സ്ഥാനത്ത് ആ ഗ്യാസ് സിലിണ്ടർ മാറ്റി ഇൻഡക്ഷൻ കുക്കർ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ കറണ്ട് ബില്ല് 3000 അല്ലെങ്കിൽ 4000 ആവുകയും നമുക്ക് ആ ബില്ല് അടക്കേണ്ടിയും വരത്തില്ല. ഓട്ടോമാറ്റിക്കലി ഗ്യാസ് സിലിണ്ടറിൻ്റെ ഒരു 1000 റുപ്പീസ് കുറയുകയും ചെയ്യും. കറണ്ട് ബില്ലിൽ കൂടുന്ന പൈസ നമ്മൾ കൊടുക്കേണ്ടിയും വരത്തില്ല. അതേപോലെ തന്നെ EV, ഒരു 2 വീലർ ആയാലും 4 വീലർ ആയാലും രണ്ടും നമുക്ക് ഇതേ രീതിയിൽ പെട്രോളിൻ്റെ കൺസംഷൻ കുറച്ചിട്ട് അത് EVയിലേക്ക് മാറുന്നതോടുകൂടി നമുക്ക് ആ പറയുന്ന രീതിയിലുള്ള കറണ്ട് ബില്ല് വ്യത്യാസം വരും. സോ നമ്മൾ സോളാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പറയുന്ന ബില്ല് അടക്കേണ്ടിയും വരത്തില്ല. ആ രീതിയിൽ നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്യണം. സോളാർ വയ്ക്കുക എന്നുള്ളതല്ല, സോളാർ വെച്ചിട്ട് നമ്മൾ ആ സോളാറിനെ യൂട്ടിലൈസ് ചെയ്യണം. എങ്കിലേ ആ വയ്ക്കുന്നതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ. അതായത് ഇപ്പം നമുക്കൊരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപയാണ് കറണ്ട് ബില്ലെങ്കിൽ പോലും നമുക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ഈ 2000 രൂപ കറണ്ട് ബില്ല് വരുന്നതൊക്കെ ഒരിക്കലും 2000 രൂപ അല്ല അവിടുത്തെ കൺസംഷൻ. നമ്മൾ പൂർണ്ണമായും കറണ്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന EV, അതേപോലെ നമ്മളെ ഇൻഡക്ഷൻ കുക്കർ, ഗ്യാസ് സിലിണ്ടർ, അതേപോലെ ഈ പറയുന്ന വാട്ടർ ഹീറ്റർ, ACയുടെ കൺസംഷൻ, ഇതെല്ലാം നമുക്ക് ഒരുപാട് ലിമിറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത് നമുക്കല്ലാതെ ആക്കാം. അപ്പോഴത്തന്നെ ഒരു 1000 രൂപ 1500 രൂപ മാറും. അതേപോലെ നമ്മൾ ഈ പറയുന്ന മീൻസ് ഈ പെട്രോളിയം യൂസേജ് നമുക്ക് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് കറണ്ടിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ബില്ല് ഓട്ടോമാറ്റിക്കലി മിനിമം ഒരു 5000 നിൽക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വയ്ക്കാൻ പറ്റും. വയ്ക്കുന്നതിന് ഇഷ്യൂസ് ഇല്ല. നമ്മൾ വെച്ചിട്ട് അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളതനുസരിച്ചിരിക്കും. നമ്മളൊരു 5 കിലോ വാട്ട് അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 10 കിലോ വാട്ട് സോളാർ വീട്ടിൽ വെച്ചു എന്നും പറഞ്ഞ് നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല. നമ്മളത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്.